നമസ്കാരം, ഞാൻ ഐസി മലപ്പുറം ജില്ലയിലെ മമ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ FTCP അധ്യാപികയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IT സെക്യൂരിറ്റി കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ഇന്ന് കഴിയുന്നത്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒന്നും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ നമുക്കിപ്പോൾ പ്രയാസമാണ്. ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പല ഇൻഫർമേഷനും നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഉപകരണങ്ങളൊക്കെ സുരക്ഷിതമായി ഉപയോഗിക്കുവാനും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് IT സെക്യൂരിറ്റി അഥവാ സുരക്ഷയെ കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ആദ്യത്തേത് കോൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി, പിന്നീട് IT സെക്യൂരിറ്റി എന്താണെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഡേറ്റ ത്രെഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പലതരത്തിലുള്ള ഡേറ്റ ത്രെഡ്സായ മാൽവെയർ, അതിന് എക്സാമ്പിൾസായ വൈറസ്, ട്രോജൻ, വേം, അതുപോലെ ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്സ്, ഫിഷിംഗ് അറ്റാക്സ്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ ടോപ്പിക്ക് ഫയൽ സെക്യൂരിറ്റി. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്കാണ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്ന വാക്കിന്റെ അർത്ഥം സുരക്ഷ എന്നാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ സുരക്ഷിതത്വം മുൻനിർത്തിയാണ് ചെയ്യാറുള്ളത്. ഉദാഹരണത്തിന്, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അതിന്റെ ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം എന്താ? അതിലെ വസ്തുക്കളൊന്നും കളവ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പല സ്ഥാപനങ്ങളുടെ മുമ്പിലും ഫ്ലാറ്റുകളുടെ മുമ്പിലും ഗേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഗാർഡുകളെ കാണാറുണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലേ. അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളിലൊക്കെ CCTV ക്യാമറാസ് ഫിറ്റ് ചെയ്യാറുണ്ട്. പൊതുസ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് CCTV ക്യാമറ. ഇതുകൂടാതെ നമ്മുടെ ദേശീയ സുരക്ഷയെ മുൻനിർത്തി നമുക്ക് ആർമി, നേവി, എയർഫോഴ്സ് എന്നിങ്ങനെ ഒരു ഗാർഡ് തന്നെയുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെയോ വസ്തുക്കൾക്കൊക്കെ സുരക്ഷിതത്വം വേണമെന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കമ്പ്യൂട്ടറും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷനും ഒക്കെ സംരക്ഷിക്കുന്നത്. അതിനെ നമുക്ക് പൊതുവായിട്ട് IT സെക്യൂരിറ്റി എന്ന് വിളിക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IT സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. ഇനി നമുക്ക് ടോപ്പിക്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്യൂരിറ്റി എന്ന വാക്കിന്റെ ഡെഫിനിഷനാണ്. കോൺസെപ്റ്റ് ഓഫ് സെക്യൂരിറ്റി. Security means safety as well as the measures taken to be safe or protected. സെക്യൂരിറ്റി എന്നാൽ സുരക്ഷ, അതല്ലെങ്കിൽ അതിനുവേണ്ടി സ്വീകരിച്ച നടപടികൾ, അതിനെയാണ് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഫ്രീ ഫ്രം ഡേഞ്ചർ ഓർ ത്രെറ്റ്. ഭീഷണിയോ അപായമോ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ, അതിനെയും നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, നമ്മൾ മൊബൈൽ ഫോണൊക്കെ സെക്യൂർ ആക്കാൻ വേണ്ടി ഹോം സ്ക്രീൻ ലോക്ക് ചെയ്യും. പാസ്വേഡ് ഇട്ടോ അല്ലെങ്കിൽ പാറ്റേൺ ഇട്ടോ അത് ലോക്ക് ചെയ്യുന്നു. അത് നമ്മുടെ ഫോൺ സെക്യൂർ ആകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു നടപടിയാണ് അല്ലേ. ഇതുപോലെ കമ്പ്യൂട്ടറും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ, അത് നൽകുന്ന സർവീസസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങൾ, ഇതൊക്കെ സെക്യൂർ ആയിരിക്കാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന നടപടികളെ നമുക്ക് ജനറലായിട്ട് IT സെക്യൂരിറ്റി എന്ന് പറയാം. Security in information technology is the defense of digital information against internal and external threat. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറിന് അകത്തു നിന്നും അതല്ലെങ്കിൽ പുറത്തു നിന്നും ഭീഷണികൾ വരും. സോഫ്റ്റ്വെയർ വഴിയായിട്ടൊക്കെ ആവാം. അതിനെ നമുക്ക് ഡിഫെൻഡ് ചെയ്യണം, പ്രതിരോധിക്കണം. അതിന് സ്വീകരിക്കുന്ന നടപടികളെ നമുക്ക് IT സെക്യൂരിറ്റി എന്ന് പറയാം. IT security includes protecting computer systems and networks from തെഫ്റ്റ്. കമ്പ്യൂട്ടറോ അതുപോലെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ, നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ കളവ് പോകാതിരിക്കുന്നതിനെയും നമ്മൾ IT സെക്യൂരിറ്റി എന്ന് പറയും. IT സെക്യൂരിറ്റി ഓൾസോ ഇൻക്ലൂഡ്സ് പ്രൊട്ടക്ടിംഗ് ദ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഓർ ഇലക്ട്രോണിക് ഡേറ്റ ഫ്രം ഡാമേജ് ഓർ സർവീസസ് ദേ പ്രൊവൈഡ്. IT സെക്യൂരിറ്റിയിൽ ഹാർഡ്വെയർ, അതുപോലെ സോഫ്റ്റ്വെയർ, അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റ, ഇതൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ അത് നൽകുന്ന സർവീസസ്, അതുമൊക്കെ ഡാമേജ് ഇല്ലാതെ നമ്മൾ കൊണ്ടുപോകുന്നതിനെ IT സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നു. അടുത്തത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് IT സെക്യൂരിറ്റി. IT സെക്യൂരിറ്റിയുടെ 3 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങൾ.
ഇതിനെ CIA ട്രയാഡ് അല്ലെങ്കിൽ CIA ത്രയം എന്ന് വിളിക്കുന്നു. ഇതിൽ C സ്റ്റാൻഡ്സ് ഫോർ കോൺഫിഡൻഷ്യാലിറ്റി അഥവാ രഹസ്യാത്മകത, I സ്റ്റാൻഡ്സ് ഫോർ ഇന്റഗ്രിറ്റി അഥവാ സമഗ്രത, A സ്റ്റാൻഡ്സ് ഫോർ അവൈലബിലിറ്റി അഥവാ ലഭ്യത. ഇനി ഈ 3 പ്രിൻസിപ്പിൾസ് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് കോൺഫിഡൻഷ്യാലിറ്റി അഥവാ രഹസ്യാത്മകത. കോൺഫിഡൻഷ്യാലിറ്റി മീൻസ് പ്രൊട്ടക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ബീയിങ് ആക്സസ്ഡ് ബൈ അൺഓതറൈസ്ഡ് പാർട്ടീസ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിൽ നിന്നും നമ്മുടെ ഇൻഫർമേഷനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നു. 2 തരം യൂസേഴ്സ് ഉണ്ട്. ഓതറൈസ്ഡ് യൂസേഴ്സും ഉണ്ട്, അൺഓതറൈസ്ഡ് യൂസേഴ്സും ഉണ്ട്. ഓതറൈസ്ഡ് യൂസേഴ്സിന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള അർഹതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ ലോഗിനും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അവരെ നമ്മൾ ഓതറൈസ്ഡ് യൂസേഴ്സ് എന്ന് വിളിക്കുന്നു. അവർക്ക് ആ സൈറ്റിലുള്ള ഇൻഫർമേഷനൊക്കെ ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. അല്ലാത്ത യൂസേഴ്സ് അൺഓതറൈസ്ഡ് ആണ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റിയിൽ പറയുന്നത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിനെ നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ബാങ്കിന്റെ ATMൽ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ കാർഡ് ഉണ്ട്, നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന്റെ പിൻകോഡ് അടിച്ചു കൊടുക്കണം. അതിനെയാണ് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയുക. അപ്പം അതാണ് ബാങ്ക് ATMൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. രണ്ടാമത്തെ IT സെക്യൂരിറ്റി പ്രിൻസിപ്പിളാണ് ഇന്റഗ്രിറ്റി അഥവാ സമഗ്രത. ഇന്റഗ്രിറ്റി മീൻസ് പ്രൊട്ടക്ടിങ് ഡേറ്റ ഫ്രം ബീയിങ് മോഡിഫൈഡ് ഓർ മിസ്യൂസ്ഡ് ബൈ ആൻ അൺഓതറൈസ്ഡ് പാർട്ടി. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഡേറ്റ മോഡിഫൈ ചെയ്യുക, അതായത് ചേഞ്ച് ചെയ്യുകയോ മിസ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിനെയാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ATMന്റെയും ബാങ്കിങ് സോഫ്റ്റ്വെയറും ഡേറ്റ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്നത് ഒരാൾ ട്രാൻസ്ഫർ ചെയ്യുകയോ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ആ ഡേറ്റയിൽ വ്യത്യാസമൊന്നും വരാൻ പാടില്ല. ഡേറ്റ കറക്റ്റ് ആയിരിക്കണം. ആ കറക്റ്റ്നെസ്സിനെയാണ് നമ്മൾ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. മൂന്നാമത്തെ IT സെക്യൂരിറ്റി പ്രിൻസിപ്പിളാണ് അവൈലബിലിറ്റി അഥവാ ലഭ്യത. അവൈലബിലിറ്റി റെഫേഴ്സ് ടു എൻഷുറിംഗ് ദാറ്റ് authorized parties are able to access the information and resources when needed. ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ഇൻഫർമേഷനും റിസോഴ്സസ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ അവർ ആവശ്യപ്പെടുമ്പോഴെല്ലാം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനെയാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബാങ്ക് ATM മെഷീൻ എപ്പോഴും ഒരു പബ്ലിക് പ്ലേസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആൾക്കാർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്ക് വർക്ക് ചെയ്യാത്ത സമയത്ത് നമുക്ക് ATMൽ ചെന്നാൽ അവിടുന്ന് ബാങ്കിങ് സർവീസസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫർമേഷനും റിസോഴ്സസ് അല്ലെങ്കിൽ സർവീസസ് ഒക്കെ ആവശ്യമുള്ളപ്പോഴൊക്കെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനെ അവൈലബിലിറ്റി എന്ന് പറയുന്നു. അഡ്വാൻറ്റേജസ് ഓഫ് IT സെക്യൂരിറ്റി, അതായത് IT സെക്യൂരിറ്റിയുടെ നേട്ടങ്ങൾ. പ്രിവെന്റ്സ് അൺഓതറൈസ്ഡ് ആക്സസ് ടു കമ്പ്യൂട്ടേഴ്സ്, നെറ്റ്വർക്ക്സ് ആൻഡ് ഡേറ്റ. കമ്പ്യൂട്ടറിലേക്കും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്കും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റയിലേക്കുമുള്ള അനധികൃത പ്രവേശനം തടയുന്നു. അടുത്ത പോയിന്റ്, ആക്സസ് ടു ഇൻഫർമേഷൻ ഈസ് ലിമിറ്റഡ് ടു ഓതറൈസ്ഡ് യൂസേഴ്സ്. അംഗീകാരമുള്ള യൂസേഴ്സിന് മാത്രമേ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, സേഫ് ഗാർഡ്സ് ദ അസറ്റ്സ് ആൻഡ് ഡേറ്റ വിത്തിൻ ദം. കമ്പ്യൂട്ടറും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡേറ്റയും സംരക്ഷിക്കുന്നു. അടുത്ത പോയിന്റ്, എൻഷുവേഴ്സ് സെക്യൂർ ഓപ്പറേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നു. ഇതൊക്കെയാണ് IT സെക്യൂരിറ്റിയുടെ നേട്ടങ്ങൾ. ഹൗ ടു പ്രൊവൈഡ് IT സെക്യൂരിറ്റി. IT സെക്യൂരിറ്റി നൽകുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാസ്വേഡ്സ്, ഫയർവാൾസ്, എൻക്രിപ്ഷൻ, ബയോമെട്രിക് സ്കാനേഴ്സ്, ആന്റിവൈറസ്, ഇതൊക്കെ IT സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ് ആണ്. IT സെക്യൂരിറ്റിക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാസ്വേഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് പാസ്വേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലോഗിനും പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അടുത്തത് ഫയർവാൾ. ഫയർവാൾ എന്നാൽ ഒരു നെറ്റ്വർക്ക് വഴി നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, അതായത് ഹാംഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കടന്നു വരാതിരിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഫയർവാൾ എന്ന് പറയുന്നത്. അടുത്തത് എൻക്രിപ്ഷൻ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ
ആ മെസ്സേജിൽ വ്യത്യാസം വരുത്തിയിട്ട്, അതായത് മൂന്നാമതൊരാൾക്ക് ആ മെസ്സേജ് കിട്ടുകയാണെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ മാറ്റങ്ങൾ വരുത്തി സെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. IT സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് ബയോമെട്രിക് സ്കാനേഴ്സ്. ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് ബയോമെട്രിക് ഡിവൈസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് വിരലടയാളം വെച്ചിട്ട് നമ്മൾ വ്യക്തികളെ തിരിച്ചറിയാറുണ്ട്. അടുത്ത മെത്തേഡാണ് ആന്റിവൈറസ്. ആന്റിവൈറസ് എന്നാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മാൽവെയർസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് പ്രവേശിക്കുന്നതിൽ നിന്ന് തടയുക, അതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച അങ്ങനത്തെ മാൽവെയർസിനെ റിമൂവ് ചെയ്യുക, കളയുക എന്നിവയാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ IT സെക്യൂരിറ്റി. അതായത് IT സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് പിന്തുടരാവുന്ന നല്ല മാതൃകകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റാബ്ലിഷ് സ്ട്രോങ് പാസ്വേഡ്, ഡോണ്ട് റീയൂസ് പാസ്വേഡ്. അതായത് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റാർക്കും എളുപ്പത്തിൽ ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒന്നിലധികം അക്കൗണ്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങളിലും. അതിലൊന്നും ഒരേ പാസ്വേഡ് വീണ്ടും വീണ്ടും ഉപയോഗിക്കരുത്. അടുത്തത് യൂസ് എ സ്ട്രോങ് ഫയർവാൾ. നമ്മുടെ കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫയർവാൾ എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. അടുത്ത പോയിന്റ് ഇൻസ്റ്റാൾ ആന്റി വൈറസ് പ്രൊട്ടക്ഷൻ. കമ്പ്യൂട്ടറിനെ മാൽവെയർസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അടുത്തത് അപ്ഡേറ്റ് യുവർ പ്രോഗ്രാംസ് റെഗുലർലി. നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയർസ്, പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അടുത്ത പോയിന്റ് ബാക്കപ്പ് റെഗുലർലി. കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും സ്റ്റോറേജ് ഡിവൈസിലും കൂടെ അത് കോപ്പി ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് പെൻഡ്രൈവോ, CD, DVD, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ക്ലൗഡ് സ്റ്റോറേജ് എന്നിവയിലൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കോപ്പീസ് സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്ത പോയിന്റ് സെക്യൂർ ലാപ്ടോപ്സ് ആൻഡ് മൊബൈൽ ഫോൺസ്. അതായത് ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഡിവൈസസ് ഒക്കെ പാസ്വേഡൊക്കെ ഇട്ട് സെക്യൂർ ആക്കുന്നത് നല്ലതാണ്. അതുപോലെ ബി സസ്പീഷ്യസ് ഓഫ് എക്സ്റ്റേണൽ ഡൗൺലോഡ്സ് ആൻഡ് ഇമെയിൽസ്. സംശയാസ്പദമായ ഇമെയിൽസ് ഒക്കെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുകയോ അതിലുള്ള അറ്റാച്ച്മെന്റ്സ് ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം അതിൽ മാൽവെയർസ് ഒക്കെ ഉണ്ടാവും, അത് നമ്മുടെ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ത്രെറ്റ്സിനെ കുറിച്ചാണ്. ത്രെറ്റ് എന്ന് പറഞ്ഞാൽ ഭീഷണി. ഡേറ്റ ത്രെറ്റ് ഇസ് എ മലീഷ്യസ് ആക്ട് ടു ഡാമേജ് ഡേറ്റ ഓർ സ്റ്റീൽ ഡേറ്റ. ഡേറ്റ ത്രെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്കറിയാം ധാരാളം ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ നമ്മുടെ അനുവാദമില്ലാതെ വേറെ ആരെങ്കിലും മോഷ്ടിക്കുക, അതിനാണ് സ്റ്റീലിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഡാമേജ് ഡേറ്റ, ഡേറ്റയ്ക്ക് എന്തെങ്കിലും നഷ്ടം വരിക. മലീഷ്യസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഹാനികരമായ പ്രവൃത്തി. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഡാമേജ് ചെയ്യാനും സ്റ്റീൽ ചെയ്യാനും വേണ്ടി ചെയ്യുന്ന മലീഷ്യസ് ആക്ടിനെയാണ് നമ്മൾ ഡേറ്റ ത്രെറ്റ് എന്ന് പറയുന്നത്. ത്രെറ്റ്സ് ക്യാൻ ബി കോസ്ഡ് ബൈ ഹ്യൂമൻ, സോഫ്റ്റ്വെയർ ഓർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഡേറ്റ ത്രെറ്റ്സ് ഉണ്ടാവുക? ഒന്നെങ്കിൽ ഹ്യൂമൻ, അതായത് മനുഷ്യർ വഴിയാവാം, അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, ഏതെങ്കിലും സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് വഴിയായിരിക്കും അറ്റാക്ക് നടക്കുക. അതല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് പ്രകൃതിക്ഷോഭം, അതായത് തീപിടുത്തം, ഫയർ കാരണം, അതല്ലെങ്കിൽ എർത്ത് ക്വേക്ക്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് നഷ്ടപ്പെടുമ്പോൾ അതിലുള്ള ഡേറ്റയും നമുക്ക് നഷ്ടപ്പെടുന്നു. ഡേറ്റ ത്രെറ്റ്സിനുള്ള ചില എക്സാമ്പിൾസ് ആണ് മാൽവെയർ, ഡിനയൽ ഓഫ് സർവീസ്, ഫിഷിംഗ്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇനി ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് മാൽവെയർ എന്നാൽ എന്താണെന്ന് നോക്കാം. മാൽവെയർ സ്റ്റാൻഡ്സ് ഫോർ മലീഷ്യസ് സോഫ്റ്റ്വെയർ. മലീഷ്യസ് എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ളത് അല്ലേ, അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. It is designed to cause damage to a computer, server or network. അതായത് ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ മാത്രമല്ല സെർവർ മെഷീനിലോ അതുപോലെ നെറ്റ്വർക്കിലോ ഒക്കെ പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നു. മാൽവെയർ സ്പ്രെഡ്സ് ത്രൂ ലിങ്ക്സ്, ഇമെയിൽ അറ്റാച്ച്മെന്റ്സ്,
സ്റ്റോറേജ് മീഡിയ ലൈക്ക് CD, പെൻ ഡ്രൈവ്. ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? സാധാരണ രീതിയിൽ നമ്മൾ ഇമെയിലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടാവും. അപ്പം അതുവഴിയായിരിക്കും വരിക. അതല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുവഴിയായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ മാൽവെയർ സ്പ്രെഡ് ചെയ്യുക. അതും അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസിലൊക്കെ ചിലപ്പോൾ ഇതുപോലത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ടായിരിക്കും. അപ്പോൾ CD അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ഒക്കെ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുമ്പോൾ അതുവഴിയും മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിനകത്തേക്ക് സ്പ്രെഡ് ചെയ്യും. അടുത്തത് കോൺസിക്വൻസസ് ഓഫ് മാൽവെയർസ്. അതായത് ഈ മലീഷ്യസ് സോഫ്റ്റ്വെയർസ് ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലോ ഒക്കെ സ്പ്രെഡായി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണത് സൃഷ്ടിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് ചേഞ്ച് ഓർ ഡിലീറ്റ് ഫയൽസ്. നമ്മുടെ സിസ്റ്റത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും, അതല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയും. അടുത്തത് സ്ലോ പെർഫോമൻസ്. അതായത് മാൽവെയർസ് നമ്മുടെ സിസ്റ്റത്തിൽ സ്പ്രെഡായി കഴിയുമ്പോൾ അത് കൂടുതൽ മെമ്മറിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഗ്രാജുവലി നമ്മുടെ സിസ്റ്റം സ്ലോ ആയിട്ട് പെർഫോം ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റീൽ സെൻസിറ്റീവ് ഇൻഫർമേഷൻ ലൈക്ക് ക്രെഡിറ്റ് കാർഡ് ഓർ ബാങ്കിങ് ഇൻഫർമേഷൻ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്കിങ് ഡീറ്റെയിൽസ്. ഇതൊക്കെ മോഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ചില മാൽവെയർസ് പ്രവർത്തിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ടേക്ക് കൺട്രോൾ ഓഫ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് ഓൾ ദ സോഫ്റ്റ്വെയർ റണ്ണിങ് ഓൺ ഇറ്റ്. അതായത് ചില മാൽവെയർസിന്റെ പ്രവർത്തനം കാരണം നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ തന്നെ ആ മാൽവെയറിനായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർസും അതായിരിക്കും നിയന്ത്രിക്കുക. അപ്പോൾ യൂസറിന് ഒരു നിയന്ത്രണം ആ കമ്പ്യൂട്ടറിൽ ഇല്ലാതാവും. അടുത്തത് സിസ്റ്റം ക്രാഷ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നത് തന്നെ നിർത്തിവെക്കുന്നു. സ്റ്റോപ്സ് ഫംഗ്ഷനിങ്. അതിനെയാണ് സിസ്റ്റം ക്രാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഒരു മാൽവെയർ നമ്മുടെ കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഇനി മാൽവെയർ അഥവാ മലീഷ്യസ് സോഫ്റ്റ്വെയറിനുള്ള ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് മാൽവെയർസ്. 3 പ്രധാനപ്പെട്ട മാൽവെയർസ് ആണ് ഉള്ളത്. ഒന്ന് വൈറസ്, രണ്ടാമത്തേത് വേം, മൂന്നാമത്തേത് ട്രോജൻ. ഈ 3 മാൽവെയർസ് ആണ് സാധാരണ രീതിയിൽ കമ്പ്യൂട്ടറിലും നെറ്റ്വർക്കിലും ഒക്കെ അറ്റാക്ക് ചെയ്യാറുള്ളത്. ഈ 3 മാൽവെയർസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇനി നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടർ വൈറസ് എന്ന് നോക്കാം. ഫുൾ ഫോം ഓഫ് വൈറസ്. അതായത് വൈറസിന്റെ ഫുൾ ഫോം വൈറ്റൽ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ് അണ്ടർ സീജ്. അതായത് പ്രധാനപ്പെട്ട ഇൻഫർമേഷനും കമ്പ്യൂട്ടറിലത്തെ റിസോഴ്സസും ഒക്കെ ഉപരോധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെയാണ് വൈറസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ റിസോഴ്സസ് എന്ന് പറയുന്നത് അതിലത്തെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമാണ്. അതായത് CPU, അതിലത്തെ ഹാർഡ് ഡിസ്ക്, മെമ്മറി സ്പേസ്, മറ്റതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് എല്ലാം കമ്പ്യൂട്ടറിലത്തെ റിസോഴ്സസ് എന്ന ഗണത്തിൽ പെടും. അപ്പോൾ ഒരു വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ ഇതിനെല്ലാം ബാധിക്കും. ഇറ്റ് ക്യാൻ ഇൻസേർട്ട് ഇറ്റ്സെൽഫ് ഇൻ ടു അനദർ പ്രോഗ്രാം ഇൻ എ സിസ്റ്റം. വേറൊരു പ്രോഗ്രാമിലേക്ക് ഇതിന് സ്വയം അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് കമ്പ്യൂട്ടർ വൈറസ് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എ വൈറസ് ഈസ് സ്പ്രെഡ് ബൈ ഷെയറിംഗ് ഓർ സെൻഡിങ് ഇമെയിൽസ് വിത്ത് വൈറസ് ആസ് അറ്റാച്ച്മെന്റ്സ് ഇൻ ദ ഇമെയിൽ. നമുക്ക് വരുന്ന മെയിലിലൊക്കെയുള്ള അറ്റാച്ച്മെന്റ്സ് വഴിയാണ് സാധാരണ രീതിയിൽ വൈറസ് സ്പ്രെഡ് ആവുക. അപ്പോൾ നമ്മൾ ആ അറ്റാച്ച്മെന്റ് ഡൗൺലോഡ് ചെയ്ത് റൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് ഇൻഫെക്റ്റഡ് ആവും. എ വൈറസ് ക്യാൻ റെപ്ലിക്കേറ്റ് ആൻഡ് എക്സിക്യൂട്ട് ദംസെൽസ്. അവർക്ക് സ്വയം അത് പകർത്താൻ കഴിയും. അതുപോലെ തന്നെ സ്വയം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവുണ്ട് വൈറസിന്. പിന്നെ വൈറസ് ടാർഗറ്റ് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സ്. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പ്യൂട്ടറിനെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും വൈറസ് പ്രവർത്തിക്കുക. എക്സാമ്പിൾ, ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് കരുതപ്പെടുന്നത് ക്രീപ്പർ സിസ്റ്റം 1971 ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതൊരു കമ്പ്യൂട്ടർ വൈറസ് ആണ്. അത് സ്വയം റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു ഒരു സിസ്റ്റത്തിനകത്ത് കയറി കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്കിന്റെ സ്പേസ് അത് യൂട്ടിലൈസ് ചെയ്തു. അങ്ങനെ കമ്പ്യൂട്ടറിൽ നമുക്ക് സ്പേസ് ഇല്ലാതെ അത് വർക്ക് ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് എത്തും. ഇതായിരുന്നു ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്. വൈറസ് പോലെ തന്നെ അപകടകാരിയായ മറ്റൊരു മാൽവെയർ ആണ് വേം. എന്താണ് വേം എന്ന് നോക്കാം. വേം ഈസ് ആൻ ഇൻഡിപെൻഡന്റ് പ്രോഗ്രാം ദാറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ്സെൽഫ് ടു അതർ സിസ്റ്റംസ് യൂസിംഗ് നെറ്റ്വർക്ക്. വേം ഒരു ഇൻഡിപെൻഡന്റ് പ്രോഗ്രാമാണ്.
നമുക്കറിയാം വൈറസിന് വേറൊരു പ്രോഗ്രാമിനെ ആശ്രയിച്ച് ഇമെയിൽ വഴി അറ്റാച്ച്മെന്റ് ആയിട്ടൊക്കെയാണ് അത് സ്പ്രെഡ് ആവുന്നതെങ്കിൽ വേമിന് സ്വന്തമായിട്ട് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അതിന് വേറൊരു പ്രോഗ്രാമിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് സാധാരണ രീതിയിൽ നെറ്റ്വർക്കിനെയാണ് ബാധിക്കാറുള്ളത്. അതുപോലെ തന്നെ വേം ഡസ് നോട്ട് മോഡിഫൈ അതർ പ്രോഗ്രാം, മറ്റു പ്രോഗ്രാംസിന് അത് മാറ്റമൊന്നും വരുത്തുന്നില്ല. അടുത്ത പോയിന്റ്, വേം യൂസസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു സ്പ്രെഡ് ഇറ്റ് സെൽഫ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്താണ് ഇത് സ്പ്രെഡ് ചെയ്യുക. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അത് ഇന്റർനെറ്റ് ആവാം, അതല്ലെങ്കിൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആവാം, അതല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻട്രാനെറ്റ് ആവാം. ഇതിലൊക്കെയുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെയാണ് വേം അഫക്റ്റ് ചെയ്യുക. ആ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിലൊക്കെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അത് സ്പ്രെഡ് ചെയ്യും. വേമിനെ കുറിച്ചുള്ള അടുത്ത പോയിന്റ്, ഇറ്റ് സ്ലോസ് ഡൗൺ ഓർ ഷട്ട്സ് ഡൗൺ എ കമ്പ്യൂട്ടർ ഓർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. വേം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡായി നെറ്റ്വർക്കിലുള്ള കുറേ കമ്പ്യൂട്ടേഴ്സിലേക്ക് സ്പ്രെഡായി കഴിയുമ്പോൾ കമ്പ്യൂട്ടറിനെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെയും പെർഫോമൻസിനെ ബാധിക്കുന്നു. അതായത് വേമിന് സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള റിസോഴ്സസ് ഒക്കെ അത് യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ CPU ടൈം ആവാം, അതല്ലെങ്കിൽ മെമ്മറി ആവാം. അങ്ങനെ ഗ്രാജുവലി അത് സ്ലോ ആവുന്നു നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിനെയും അത് സ്ലോ ഡൗൺ ചെയ്യും. അടുത്ത പോയിന്റ്, വേം ക്യാൻ ഹാം എ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനെ ലക്ഷ്യം വെച്ചിട്ടാണ് സാധാരണ രീതിയിൽ വേം എപ്പോഴും അറ്റാക്ക് ചെയ്യുക. അപ്പോൾ നെറ്റ്വർക്കിന്റെ പെർഫോമൻസും മൊത്തത്തിൽ അതിന് ബാധിക്കും. വേമിനുള്ള എക്സാമ്പിൾ ആണ് മോറിസ് വേം, വൺ ഓഫ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വേം ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഇന്റർനെറ്റ് ഇൻ 1988. 1988 ഇന്റർനെറ്റ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു വേമായിട്ട് കരുതപ്പെടുന്നത് മോറിസ് വേമാണ്. അത് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ചില പോരായ്മകൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. വൈറസിനെയും വേമിനെയും പോലെ മറ്റൊരു മാൽവെയർ ആണ് ട്രോജൻ. Trojan is a type of malware that disguised as a legitimate software. അതായത് ട്രോജൻ എന്ന് പറയുന്നത് ഒരു മാൽവെയർ ആണ്. അത് നമുക്ക് ആവശ്യമുള്ള ഒരു നല്ല പ്രോഗ്രാം ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് പ്രവർത്തനം ആരംഭിക്കും. Distributed as a good program and it may be hidden within a good program. നല്ലൊരു പ്രോഗ്രാം ആണെന്ന് യൂസേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം യൂസേഴ്സ് അത് ഡൗൺലോഡ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യും. അങ്ങനെ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു കയറും. അതുപോലെ തന്നെ നല്ലൊരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ അതിനെ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെയും ട്രോജൻസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറിപ്പറ്റും. Trojan can damage, steal or do some other harmful actions on your computer or network. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അത് കയറി കഴിയുമ്പോൾ സാധാരണ മാൽവെയർസ് ചെയ്യുന്നത് പോലെ ഡേറ്റയിൽ എന്തെങ്കിലും ഡാമേജ് വരുത്തുന്നു, അതല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള ആക്ഷൻസ് അത് കമ്പ്യൂട്ടറിലോ നെറ്റ്വർക്കിലോ ചെയ്യുന്നു. അതുപോലെ ട്രോജൻസ് കനോട്ട് റെപ്ലിക്കേറ്റ് ഓർ എക്സിക്യൂട്ട് ഇറ്റ്സെൽഫ്. യൂസർ ഹാസ് ടു എക്സിക്യൂട്ട് ട്രോജൻസ്. വൈറസും വേംസും സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുകയോ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ ട്രോജൻസ് വീണ്ടും വീണ്ടും അത് തന്നെ പകർത്തുകയോ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. യൂസറിന്റെ എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ട്രോജന് ഒരു എക്സാമ്പിൾ ആണ് സ്വിച്ചർ ട്രോജൻ. അത് ആൻഡ്രോയിഡ് ഡിവൈസുകളെ ലക്ഷ്യം വെച്ച് ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഗ്രാം മാൽവെയർ ആയിരുന്നു. പ്ലേ സ്റ്റോറിൽ നിന്ന് ആവശ്യമുള്ള ഒരു ആപ്പ് എന്ന നിലയിൽ അത് യൂസേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയും പലരും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് വൈഫൈ റൂട്ടറിനെയും അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസസിനെ അറ്റാക്ക് ചെയ്യുകയാണ് സ്വിച്ചർ ട്രോജൻ ചെയ്തത്. കമ്പാരിസൺ ഓഫ് വൈറസ്, വേം ആൻഡ് ട്രോജൻ. വൈറസും വേമും ട്രോജനും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നമുക്ക് നടത്താം. വൈറസ് എപ്പോഴും ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. വേം ആണെങ്കിൽ കമ്പ്യൂട്ടറിലത്തെ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് അതിനെ പെർഫോമൻസ് സ്ലോ ആക്കാൻ ശ്രമിക്കുന്നു. ട്രോജൻ ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യാനാണ് നോക്കുന്നത്. അതുപോലെ തന്നെ വൈറസിന് സ്വയം അതിന്റെ തന്നെ കോപ്പീസ് സൃഷ്ടിക്കാൻ സാധിക്കും, റെപ്ലിക്കേറ്റ് ചെയ്യും. വേംസും റെപ്ലിക്കേറ്റ് ചെയ്യും, പക്ഷെ ട്രോജൻ ഹോഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. വൈറസ് കനോട്ട് ബി കൺട്രോൾ റിമോട്ട്ലി. വേറൊരാൾക്ക് വേറെ കമ്പ്യൂട്ടറിലിരുന്ന് വൈറസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേസമയം വേമിനെയും ട്രോജനെയും വേറൊരു സിസ്റ്റത്തിൽ നിന്ന്
ഈ 3 മാൽവെയർസിന്റെയും സ്പ്രെഡിംഗ് റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്നത് വേമാണ്. സ്പീഡ് കൂടുതൽ വേമിനാണ് സ്പ്രെഡ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ. അതേസമയം വൈറസ് അത് മോഡറേറ്റ് സ്പീഡിലാണ് സ്പ്രെഡ് ആവുന്നത്. ട്രോജൻ ഇത് രണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സ്ലോ ആയിട്ടാണ് സ്പ്രെഡ് ആവുക. അടുത്ത പോയിന്റ്, വൈറസിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഫോർമേഷനിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുക എന്നതാണ്. അതേസമയം വേമിന്റെ ആണെങ്കിൽ സിസ്റ്റത്തിലുള്ള റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കുക. ട്രോജൻ ആണെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് സ്റ്റീൽ ചെയ്യുക. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതുപോലെ വൈറസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു എക്സിക്യൂട്ടബിൾ ഫയൽ ഉപയോഗിച്ചിട്ടാണ്. വേം ആണെങ്കിൽ സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും വീക്ക്നെസ് മുതലാക്കിയിട്ടാണ് അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ട്രോജൻ ഹോഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും നല്ല പ്രോഗ്രാം ആണെന്നുള്ള വ്യാജേന നമ്മുടെ സിസ്റ്റത്തിൽ കയറി പറ്റുന്നു. ഇനി നമുക്ക് കമ്പ്യൂട്ടറിനെ അഥവാ നെറ്റ്വർക്കിനെ ബാധിക്കുന്ന പലതരത്തിലുള്ള അറ്റാക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് അല്ലെങ്കിൽ DOS അറ്റാക്ക്. DOS അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെയോ സർവീസസ് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് നൽകാതിരിക്കുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് DOS അറ്റാക്ക് എന്ന് പറയുന്നത്. അത് താൽക്കാലികമാകാം, അതല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് പ്രവർത്തിക്കും. സാധാരണ രീതിയിൽ DOS അറ്റാക്ക് നടത്തുന്നത് ഫ്ലഡിംഗ് എന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. ഇനി നമുക്ക് DOS അറ്റാക്കിലെ ഫ്ലഡിംഗ് എന്താണെന്ന് നോക്കാം. ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലേക്ക്, പ്രത്യേകിച്ച് സെർവർ മെഷീനിലേക്ക് അറ്റാക്കർ ആവശ്യത്തിലധികം അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് കടത്തിവിടുന്നു നെറ്റ്വർക്കിലൂടെ. അങ്ങനെ അത് ആ സെർവറിലേക്ക് അതിന് താങ്ങാവുന്നതിലധികം മെസ്സേജ് വരുമ്പോൾ സെർവർ സ്ലോ ആവുന്നു. അവസാനം അതിന് നോർമൽ ആയിട്ടുള്ള വർക്കിംഗ് നടത്താൻ പറ്റാതെ അത് സ്റ്റോപ്പ് ആവുന്നു. അതിനെയാണ് ഫ്ലഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഫ്ലഡിംഗ് കാരണം നോർമലായിട്ട് നടക്കേണ്ട പ്രോസസ് ഒന്നും അതിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് കിട്ടേണ്ട സർവീസ് അവിടെ നിഷേധിക്കപ്പെടുക. അതിനെയാണ് നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് എന്ന് വിളിക്കുന്നത്. DOS അറ്റാക്ക് സാധാരണ രീതിയിൽ ലക്ഷ്യമിടുന്നത് ബാങ്കുകളുടെ സെർവേഴ്സ്, അതല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സെർവേഴ്സ്, അതുപോലെ പ്രധാനപ്പെട്ട ബിസിനസ് സ്ഥാപനങ്ങളുടെ സെർവേഴ്സിനൊക്കെയാണ്. കോമൺ ആയിട്ട് നടക്കുന്ന ഒരു DOS അറ്റാക്കിന്റെ എക്സാമ്പിളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ അറ്റാക്കർ ഒരു സെർവർ മെഷീനിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിനെയാണ് അതിൽ ടാർഗറ്റ് സെർവർ എന്ന് കാണിച്ചിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് കമ്പ്യൂട്ടേഴ്സിനെല്ലാം ഈ അറ്റാക്കർ ഹൈജാക്ക് ചെയ്തിട്ട് അതിലേക്ക് കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് കടത്തിവിടുന്നു നെറ്റ്വർക്ക് വഴി. അങ്ങനെ സെർവറിലേക്ക് ആവശ്യത്തിലധികം അൺവാണ്ടഡ് മെസ്സേജസ് വരികയും സെർവറിൽ മറ്റുള്ള മെസ്സേജസ് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റാതെ വരികയും അവസാനം അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ ആ അറ്റാക്ക് മാറുന്നു. കോമൺ ആയിട്ട് നടക്കുന്ന ഒരു DOS അറ്റാക്കിന്റെ എക്സാമ്പിളാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ അറ്റാക്കർ ഒരു സെർവർ മെഷീനിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതിനെയാണ് അതിൽ ടാർഗറ്റ് സെർവർ എന്ന് കാണിച്ചിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് കമ്പ്യൂട്ടേഴ്സിനെല്ലാം ഈ അറ്റാക്കർ ഹൈജാക്ക് ചെയ്തിട്ട് അതിലേക്ക് കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജസ് കടത്തിവിടുന്നു നെറ്റ്വർക്ക് വഴി. അങ്ങനെ സെർവറിലേക്ക് ആവശ്യത്തിലധികം അൺവാണ്ടഡ് മെസ്സേജസ് വരികയും സെർവറിൽ മറ്റുള്ള മെസ്സേജസ് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റാതെ വരികയും അവസാനം അതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിൽ ആ അറ്റാക്ക് മാറുന്നു. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന മറ്റൊരു അറ്റാക്കാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഈ അറ്റാക്കിൽ അറ്റാക്കർ രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം മനസ്സിലാക്കുകയും അവരറിയാതെ തന്നെ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഒരു വ്യാജ വെബ്സൈറ്റ് നിർമ്മിക്കുകയും അതിലേക്ക് യൂസർ അറിയാതെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ അറ്റാക്കർ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് യഥാർത്ഥ ബാങ്ക് സൈറ്റിൽ നിന്ന് പണമിടപാടുകൾ നടത്തുന്നു. ഇനി നമുക്ക് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിന് ഒരു എക്സാമ്പിൾ നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എയും ബിയും തമ്മിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ്. അവിടെ അറ്റാക്കറായിട്ട് ഒരാളുണ്ട്. അത് എയും ബിയും അറിയുന്നില്ല. ആ അറ്റാക്കറിനെ നമുക്ക് മാൻ ഇൻ ദ മിഡിൽ എന്ന് വിളിക്കാം. ആദ്യം എ ബിക്ക് ഒരു മെസ്സേജ് അയക്കുന്നു, ഒരു കീ ആവശ്യപ്പെട്ടുകൊണ്ട്. ഈ മെസ്സേജ് ലഭിക്കുമ്പോൾ ബി എക്ക് കീ അയച്ചു കൊടുക്കുന്നു. എന്നാൽ ആ കീ അറ്റാക്കർ മാറ്റിയിട്ട്
അയാളുടെ കീ ആണ് എയ്ക്ക് അയക്കുന്നത്. ഇത് എയും ബിയും അറിയുന്നില്ല. അതിനുശേഷം എ അയാളുടെ അക്കൗണ്ട് നമ്പർ ബിക്ക് അയച്ചു കൊടുക്കുന്നു. എന്നാൽ ആ മെസ്സേജും അറ്റാക്കർ മാറ്റം വരുത്തിയിട്ട് അക്കൗണ്ട് നമ്പറുടെ സ്ഥാനത്ത് അറ്റാക്കറുടെ അക്കൗണ്ട് നമ്പറാണ് ബിക്ക് അയച്ചു കൊടുക്കുന്നത്. ഈ മെസ്സേജ് ബിക്ക് ലഭിക്കുമ്പോൾ ബി അത് എയുടെ അക്കൗണ്ട് നമ്പറാണെന്ന് കരുതി അതിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ആ മണി അറ്റാക്കറുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഇനി നമുക്ക് ഫിഷിംഗ് അറ്റാക്ക് എന്താണെന്ന് നോക്കാം. മറ്റൊരു വെബ്സൈറ്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യൂസേഴ്സിൽ നിന്ന് പണവും വിവരങ്ങളും ചോർത്തുന്ന സൈബർ അറ്റാക്കിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. യഥാർത്ഥ വെബ്സൈറ്റിന്റെ മാതൃകയിലുള്ള വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഫിഷിംഗിൽ ആദ്യം യൂസേഴ്സിന് ഇമെയിൽ സന്ദേശം ലഭിക്കുകയും ആ ഇമെയിലിൽ അവരോട് ബാങ്കിങ് ഡീറ്റെയിൽസ് ആവശ്യപ്പെടുകയും ചെയ്യും. ആ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് അവരൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയും. ആ ലിങ്ക് വഴി അവർ ആ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ യൂസേഴ്സിനെ കബളിപ്പിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടാണ് ഫിഷിംഗ് അറ്റാക്ക് നടത്തുന്നത്. ഫിഷിംഗ് അറ്റാക്ക് വഴി ഒരു യൂസറിന്റെ പാസ്വേഡ്, ലോഗിൻ, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് ചോർത്തുന്നത്. അതുപോലെ ഫിഷിംഗ് അറ്റാക്കിൽ ഉപയോഗിക്കുന്ന ഇമെയിൽസ് ഒരു കസ്റ്റമറിന് ആവശ്യമുള്ളതാണെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള ഇമെയിൽസ് ആണ് അവർ സെൻഡ് ചെയ്യുക. ഇനി നമുക്ക് ഫിഷിംഗ് അറ്റാക്ക് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഈ പിക്ചറിലൂടെ മനസ്സിലാക്കാം. ഇതിൽ ഫിഷർ ഒരു സ്പൂഫ്ഡ് വെബ്സൈറ്റ് റൺ ചെയ്യുന്നുണ്ട്. അതായത് യഥാർത്ഥ വെബ്സൈറ്റിനെ പോലെ തോന്നിക്കുന്ന വേറൊരു വെബ്സൈറ്റ് ഫിഷർ റൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂഫ്ഡ് ഇമെയിൽ ഒരു യൂസർക്ക് സെൻഡ് ചെയ്യുന്നു. അതായത് കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഇമെയിൽ. അത് യൂസറിന് കാണുമ്പോൾ പെട്ടെന്ന് യഥാർത്ഥ ബാങ്കിൽ നിന്ന് വരുന്ന ഒരു ഇമെയിൽ ആയിട്ടായിരിക്കും തോന്നുക. എന്നിട്ട് അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ യൂസർ അതിൽ അയച്ചു കൊടുക്കുന്നു. ആ ഇൻഫർമേഷൻ ഫിഷർക്ക് ലഭിക്കുന്നു. എന്നിട്ട് ആ ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് യഥാർത്ഥ ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിന്ന് അതിലുള്ള പണമിടപാടുകൾ നടത്തുന്നു. അടുത്തത് ഫിഷിംഗ് ഇമെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ രീതിയിൽ ഈ ഇമെയിലിന്റെ കൂടെ എപ്പോഴും അർജന്റ് ആക്ഷൻ റിക്വയർഡ് അല്ലെങ്കിൽ യുവർ അക്കൗണ്ട് വിൽ ബി ക്ലോസ്ഡ് ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം എന്ന് നിർബന്ധിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളായിരിക്കും വരിക. അപ്പോൾ യൂസർ അത് പെട്ടെന്ന് ശരിയായ ബാങ്കിൽ നിന്ന് വന്ന ഇൻഫർമേഷൻ ആണെന്ന് കരുതി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതുപോലെ യു ആർ ആസ്ക്ഡ് ഫോർ സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ആ ഇമെയിലിൽ അവരോട് ബാങ്കിലത്തെ ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ, പാസ്വേഡ് ഇതൊക്കെയായിരിക്കും സാധാരണ രീതിയിൽ ചോദിക്കുക. ഇനി നമുക്ക് ഫിഷിംഗ് വെബ്സൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. യഥാർത്ഥ വെബ്സൈറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള URL ആയിരിക്കും ഫിഷിംഗ് വെബ്സൈറ്റിന് ഉണ്ടാവുക. അതിൽ ക്ലിക്ക് ചെയ്ത് വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണെങ്കിലും യഥാർത്ഥ വെബ്സൈറ്റുമായിട്ട് സാദൃശ്യമുള്ളതായിരിക്കും. യഥാർത്ഥ വെബ്സൈറ്റിന്റെ പേരിൽ ചെറിയ സ്പെല്ലിങ്ങുകളിൽ മാറ്റം വരുത്തിയായിരിക്കും ഈ വ്യാജ വെബ്സൈറ്റിന്റെ URL ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂസർ അത് യഥാർത്ഥ വെബ്സൈറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുപോലെ തന്നെ ഫിഷിംഗ് വെബ്സൈറ്റ്സ് അവരുടെ അഡ്രസ് ബാർ ഹൈഡ് ചെയ്ത് വയ്ക്കും. യൂസർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതും വേറൊരു പ്രത്യേകതയാണ്. ഇനി നമുക്ക് ഫയൽ സെക്യൂരിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ് ഫയൽ? ഫയൽ എന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടെയ്നർ. നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടറിൽ പല തരത്തിലുള്ള ഇൻഫർമേഷനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ടെക്സ്റ്റ് മെസ്സേജസ് ആവാം, വീഡിയോസ് ആവാം, ഓഡിയോ ഫയൽസ് ആവാം. ഇതെല്ലാം നമ്മൾ ഒരു ഫയലായിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ഫയലിന് നമ്മൾ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഏത് ഫയൽ സിസ്റ്റം ആണെങ്കിലും ഫയൽസിനൊക്കെ പ്രത്യേകമായിട്ട് ഫയൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഫയൽ സെക്യൂരിറ്റി ഉപയോഗിച്ച് ഏതൊക്കെ യൂസേഴ്സിന് എങ്ങനെയൊക്കെയുള്ള ആക്സസ് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പല തരത്തിലുള്ള പെർമിഷൻസ് നമുക്ക് ഫയലിൽ സെറ്റ് ചെയ്യാം. ഉദാഹരണത്തിന്
റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രമായിട്ട് സെറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു യൂസർ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് റീഡ് ചെയ്യാൻ മാത്രമേ ആ യൂസറിന് അനുവാദമുള്ളൂ. അയാൾക്ക് അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. അതുപോലെ ഡിലീറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതുപോലെ മറ്റൊരു പെർമിഷനാണ് റൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് ഒക്കെ വരുത്താം. അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ. ഇങ്ങനെ നമുക്ക് ഓരോ യൂസേഴ്സിനെ അനുസരിച്ചിട്ട് ആ യൂസേഴ്സിന് കൊടുക്കേണ്ട പെർമിഷൻ ടൈപ്സ് ഫയലിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫയൽ സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫയൽസിനെ നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ പാസ്വേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാം. അതുപോലെ എൻക്രിപ്ഷൻ മെത്തേഡ്സും ഫയൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ പഠിപ്പിച്ച പാഠഭാഗത്തിൽ നിന്നും ചെയ്യേണ്ട അസൈൻമെന്റ്സ് ഇതൊക്കെയാണ്. ആദ്യം IT സെക്യൂരിറ്റിയുടെ 3 പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് എഴുതുക. അടുത്തത് വൈറസ്, വേം, ട്രോജൻ എന്നിവയെ പറ്റിയുള്ള ഒരു താരതമ്യ പഠനം നടത്തുക. അതുപോലെ DOS അറ്റാക്ക്, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഫിഷിംഗ് അറ്റാക്ക് ഇവയുടെ ഡയഗ്രാം വരയ്ക്കുക. അവസാനത്തേത് ഫിഷിംഗ് മെയിലിനെ കുറിച്ചും വെബ്സൈറ്റുകളെ കുറിച്ചുമുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. ആക്ടിവിറ്റി ആയിട്ട് ചെയ്യേണ്ടത് ഈ അടുത്തിടെ നടന്ന ഏതെങ്കിലും ഒരു സൈബർ അറ്റാക്ക്, ഏതെങ്കിലും മാൽവെയറോ എന്തെങ്കിലും അറ്റാക്സിനെ കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IT സെക്യൂരിറ്റി കോൺസെപ്റ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം നമ്മൾ IT സെക്യൂരിറ്റി എന്താണെന്നും അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നും പഠിച്ചു. അതിനുശേഷം ഡേറ്റ ത്രെറ്റ്സ്, മാൽവെയർസ് ഇതിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. മാൽവെയർസിന് എക്സാമ്പിളായ വൈറസ്, വേം, ട്രോജൻ ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അറ്റാക്സ് ആയ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, ഫിഷിംഗ് അറ്റാക്ക്, ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അവസാനത്തെ ടോപ്പിക്കായ ഫയൽ സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഈ പഠിപ്പിച്ച ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.